യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗണേഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഗണേഷ്, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഡയാലിസിസ് രോഗികൾ 2 മാസമായിട്ട് ദുരിതത്തിലായിരിക്കുകയാണ്. സർക്കാരിന്റെ സഹായം പൂർണ്ണമായി ലഭിച്ചിട്ട് കുറച്ച് നാളുകളായി എന്ന് പറയുന്നു. താങ്കളുടെ പ്രതികരണം? കോഴിക്കോട് ജില്ലയിലെ ഡയാലിസിസ് രോഗികൾക്ക് വലിയ സഹായമായി മാറേണ്ടതായിരുന്നു ഈ പദ്ധതി. പക്ഷേ ഈ സർക്കാരിന്റെ അനാസ്ഥ മൂലം, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ മൂലം ആണ് ഈ ഡയാലിസിസ് പദ്ധതി രോഗികൾക്ക് കിട്ടേണ്ട സഹായങ്ങൾ ലഭിക്കാതിരിക്കുന്നത്. ഇത് വലിയ സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഒരു അനാസ്ഥ മൂലമാണ്. കാരണം ആരോഗ്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ഒരു 32 ദിവസമായി നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് നിൽക്കുന്നില്ല. ഇത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട മന്ത്രി നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പുറത്തു പോകുമ്പോൾ ഇത്തരം ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടങ്ങുകയാണ്. ഇത് വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ രോഗികളാണ്. വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ സാമ്പത്തികമായിട്ട് വലിയ ഹോസ്പിറ്റലുകളൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്തരം ആരോഗ്യവകുപ്പ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഇത്തരത്തിലുള്ള പദ്ധതികൾ പലതും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. ഇത് പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്നില്ല എന്നത് വലിയ പ്രതിഷേധാർഹമാണ്. ശക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഈ കാര്യത്തിൽ സർക്കാർ എടുക്കേണ്ടത്, ആരോഗ്യവകുപ്പ് എടുക്കേണ്ടത്. അതെടുക്കാതെ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം നടപടികൾ വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നവകേരള യാത്രയുമായി ചുറ്റിക്കറങ്ങി നടന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത്തരം സാധാരണക്കാരായിട്ടുള്ള രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. അല്ലാതെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പോയി ഭക്ഷണം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആശുപത്രികൾ സന്ദർശിച്ചത് കൊണ്ടോ ഒന്നും പരിഹാരം കാണുകയില്ല. മന്ത്രി എത്രയും പെട്ടെന്ന് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. എല്ലാ മേഖലയിലും, സർക്കാരിന്റെ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള കാരണം നവകേരളയുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്, 100 കണക്കിന് ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. അതേപോലെ തന്നെയാണ് ആരോഗ്യ വകുപ്പിലെയും സ്ഥിതികൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഫയലുകളിലുള്ള പ്രശ്നപരിഹാരം നടത്താതെ ഒഴിഞ്ഞു മാറിയത് അതുകൊണ്ട് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് അവർക്കുള്ള സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇതിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് ഗണേഷ്, ഈ വിഷയം നമ്മൾ നവകേരളയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കൂടി കണ്ടതാണ് ഈ നവകേരള ബസ്, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ, അതുപോലെയുള്ള കാര്യങ്ങളും. ഇപ്പൊ ഈ സ്റ്റോക്ക് സപ്ലൈയുടെ കുറവ് മൂലമാണ് എന്ന് ഈ ഒരു പ്രശ്നത്തെ സമീപിക്കുമ്പോൾ നവകേരളയിലെ ധൂർത്തുകൂടി ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. തീർച്ചയായും. കാരണം ഈ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കാരവാൻ വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ADGPയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇത്തരം ഇത് കൊടുക്കുന്ന സമയത്ത് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സഹായമാവേണ്ട പദ്ധതിയിൽ അവർക്ക് പണമില്ല എന്ന് പറഞ്ഞ്, സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവിടെ സഞ്ചരിക്കുവാൻ ഇവിടെ വലിയ തോതിലുള്ള പണം ചെലവാക്കി കാരവാൻ, നവകേരള യാത്രയിൽ സഞ്ചരിക്കുന്നതിന് വലിയ കോടികൾ മുടക്കിയിട്ടുള്ള ബസ്, ഇവിടെ ഹെലികോപ്റ്റർ, ഇത്തരമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. മന്ത്രിമാർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അടക്കമുള്ള മന്ത്രിസഭയിലെ അംഗങ്ങൾക്കൊക്കെ വലിയ തോതിൽ ആരോഗ്യ കാരണങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം കണ്ണട വാങ്ങാൻ വേണ്ടി ചെലവാക്കിയ പണം എത്രയാണ് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ കണ്ണട മേടിക്കുവാനും പല്ല് ക്ലീൻ ചെയ്യുവാനും ഒക്കെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തൊഴുത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും കുളം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും കോടികൾ ചെലവാക്കുമ്പോഴാണ് സാധാരണക്കാരന്റെ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ സർക്കാരിന് ഒരു താല്പര്യവുമില്ല എന്നതാണ്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ സാധാരണക്കാരന്റെ ആരോഗ്യ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു താല്പര്യവും ഈ സർക്കാരിനില്ല എന്ന് സൂചിപ്പിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതാണ് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവസാനം ഉണ്ടായിരിക്കുന്നത്. ഇത് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും, ഇത് ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള കുത്തഴിഞ്ഞ ഒരു സംവിധാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. നവകേരള യാത്ര കൊണ്ട് ഈ സാധാരണക്കാരനുണ്ടായ നേട്ടം എന്ന് പറയുന്നത് അവന്റെ
സാമ്പത്തികമായിട്ടും അവന് ആരോഗ്യപരമായിട്ടും എല്ലാം തുലഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. സാധാരണക്കാരന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നമാണ്. കാരണം ഇത്തരം രോഗികൾ കിട്ടേണ്ട മാനുഷികമായ പരിഗണന ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ ഗണേഷ് ഈ നിമിഷം ജനം ടിവിയോട് പ്രതികരിച്ചതിന്.